എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈദ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കോക്ടെയിൽ പുഡിംഗ് ആണ്. നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട്സുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണ്. നമുക്ക് ഈദ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കോക്ടെയിൽ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബദാമും കുറച്ച് ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇനിയിപ്പോൾ ബദാമും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊരു മിക്സ്ഡ് പുഡിംഗ് അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാനത് കുറച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുഡിങ്ങിലോട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഒരു 15 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാനത് മെൽറ്റ് ചെയ്തെടുക്കുന്നതും. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ കുതിരാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് നോക്കിയിട്ട് അത് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നതും. ഇനി മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുതിരുന്ന സമയത്ത് എന്തായാലും വെള്ളം മൂടുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പപ്പായയാണ്. പപ്പായ ഞാനൊരു പപ്പായയുടെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തുള്ള ഈ പൾപ്പ് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മളെ കുരു ഉണ്ടാവുമ്പോൾ ഒരു പൾപ്പ് സാധനം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കുറച്ചൊരു ഹാർഡായ ഈ ഭാഗം ഉണ്ടല്ലോ അതെടുക്കുക. പിന്നെ തൊലി നല്ലപോലെ കളയും വേണം കേട്ടോ. തൊലിയുടെ ഒരു അംശം പോലും അതിലുണ്ടാവാൻ പാടില്ല. ക്യാരറ്റ് എത്ര അളവിലാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ പപ്പായ എടുത്താൽ മതി. ഇപ്പോൾ ഞാനത് നോക്കിയപ്പോൾ രണ്ടും ഒരേ അളവിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പപ്പായയുടെ പീസസ് കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി അളവിലായി പപ്പായ എടുത്തിട്ടുള്ളൂ. പപ്പായ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. പപ്പായയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചേർക്കണ്ട. പിന്നെ ഈ പുഡിങ്ങിലോട്ട് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചപ്പോൾ സമയം കൊണ്ട് നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പപ്പായയും ക്യാരറ്റും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബദാമും അപ്പോഴേക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എല്ലാം തൊലിയൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ആകുമ്പോൾ ഇതുപോലെ കുതിർത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് ആകുമ്പോൾ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും വെള്ളത്തിലാണ് അടിച്ചെടുക്കാറ്. പക്ഷേ ഞാനിത് പാലിലാണ് അരച്ചെടുക്കുന്നത്. ഞാൻ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അമുൽ ഗോൾഡ് പാലുണ്ടല്ലോ അത് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ പാൽ ഒഴിക്കുക. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിനൊപ്പം തന്നെ വെള്ളം ഒഴിക്കുക. ഇനി നിങ്ങൾ സാധാരണ പാലാണ് ഒഴിക്കുന്നതെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി. തണുപ്പിച്ചിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ 2 അടുപ്പ് നമുക്ക് ഒപ്പം കത്തിച്ചിട്ട് വേണം പുഡിംഗ് ഉണ്ടാക്കാം. ഒരടുപ്പത്ത് പാലും വെക്കുക, ഒരടുപ്പത്ത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും വെക്കുക. അപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യണം. രണ്ടും ഒരുമിച്ച് ഇളക്കി കൊടുക്കുകയും വേണം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള അടുപ്പത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്യാമറയിൽ എടുക്കാൻ മറന്നുപോയി. ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പച്ചവെള്ളം ചേർക്കരുത്, വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇവിടെ കെറ്റലിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് മെൽട്ടായിട്ട് നമുക്ക് അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പാല് തിളച്ച് വന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിലോട്ട് ഇനി കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം ഉണ്ടാവും. ഈത്തപ്പഴമൊക്കെ ചേർത്തത് കൊണ്ട് നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഈ പാലിലോട്ട് ഇതൊന്ന് അരിച്ച് ചേർക്കാം. ഒരരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക. അത് ചൈന ഗ്രാസ് ഇതിലോട്ട് അരിച്ച് ചേർക്കുന്നതിനോടൊപ്പം തന്നെ പാലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ചൈന ഗ്രാസ് ആ പാലിലൊന്ന് മിക്സായി ആവാൻ വേണ്ടിയിട്ട് ആ ഇളക്കി കൊടുക്കൽ മസ്റ്റാണ്. അല്ലെങ്കിൽ അത് പാല് പിരിയുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ നന്നായിട്ട് ഇത് അരിച്ച് എടുക്കുകയും ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം.
പാലിൽ പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസ് മിക്സ് ആയി കിടണം. ഇപ്പോഴും പാലിന് ഞാൻ ലോ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ചൈന ഗ്രാസ് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അതുവരേക്കും ലോ ഫ്ലെയിമിലൂടെ കിടന്നോട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുക്കൽ മസ്റ്റാണ്. പക്ഷേ അരിച്ചെടുക്കാതെ നേരിട്ട് ഡയറക്റ്റ് ചേർത്തെടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ ചില പീസസ് ഈ ചൈന ഗ്രാസിൻ്റെ പീസസ് നമ്മൾ പുഡിങ്ങിൽ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അരിച്ചെടുക്കാതെയും നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അരിപ്പോൾ ഫുൾ കാലിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതലും ചേർത്ത് കൊടുക്കാം, അതിനെ നോക്കിയിട്ടും അതിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീനും റെഡും കളറുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, പപ്പായയും ക്യാരറ്റും എല്ലാം കൂടിയുള്ള മിക്സ്, അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറേശ്ശെ ആയിട്ടിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൈന ഗ്രാസ് ചേർത്തതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം കട്ടിയായി വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നല്ലപോലെ അരയണമെന്നൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങൾ ഇതിൽ കിടന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം പുഡിങ് അല്ല, നമുക്ക് ഇടയിൽ ആ കഷ്ണങ്ങൾ കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈത്തപ്പഴത്തിൻ്റെയും ബദാമിൻ്റെയും ഒക്കെ ആ പീസ് കടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ നന്നായിട്ട് അരച്ചെടുക്കട്ടോ. ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് പറയാൻ മറന്നു പോയതാണ്. ഞാനിവിടുത്തെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ കടിക്കുന്ന സമയത്ത് തന്നെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കഷ്ണം വെട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് പേസ്റ്റായിട്ട് അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചൂടോട് കൂടി തന്നെ ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ട്രേക്കുള്ള പുഡിങ് ഉണ്ടാവും. ഈ ഒരു 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു അളവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള 2 ട്രേയിൽ സെറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് കൂട്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേ മതിയെങ്കിൽ ഒക്കെ പകുതി അളവിൽ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ട്രേയിലും നമ്മുടെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ റെഡ് കളറും ഗ്രീൻ കളറും എടുത്തിട്ടുള്ളത്, അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പുഡിംഗ് ആണല്ലോ, 2 മണിക്കൂർ മിനിമം എങ്കിലും ഒന്ന് തണുത്തിട്ട് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ പെരുന്നാളിന് തയ്യാറാക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ ഇത് റെഡിയാക്കി വെച്ചാൽ മതി. പെരുന്നാൾ ദിവസം കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് തയ്യാറാക്കുകയാണെങ്കിലും നമുക്ക് തലേ ദിവസം തയ്യാറാക്കി വെക്കാം. പാർട്ടിന് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ തലേ ദിവസം തയ്യാറാക്കി വെക്കുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. പുഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ തലേന്ന് ചെയ്തെടുക്കണമെങ്കിലും ഇപ്പോൾ പെരുന്നാളായാലും ഒരു പാർട്ടിയൊക്കെ ആയാലും തലേന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി വരും. കാരണം അത് ചൈന ഗ്രാസ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് സെറ്റായി വരും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കഷ്ണം വെട്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. നന്ദി, നമസ്കാരം.